നമ്മളെപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ കേൾക്കാറില്ലേ, ജഡ്ജിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ പോലീസിൽ നിന്നോ ആണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു കോൾ വരും. അപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചാൽ കുറെ പ്രാവശ്യം കേൾക്കാൻ പറ്റി ഈ മെസ്സേജ്. അത് നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ തീർത്ത കെണിയാവാം എന്നൊക്കെ പറയുന്നത്. ആ അനൗൺസ്മെന്റ് തെറ്റാണ്. സൈബർ കുറ്റവാളികൾ നമ്മുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമല്ല, അവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു എളുപ്പവഴി അല്ലെങ്കിൽ തട്ടിപ്പ് എന്നുള്ളതാണ്. അപ്പൊ ഈ തട്ടിപ്പുകൾ ഇങ്ങനെ കൂടി വന്നിട്ട് ഒരു നിവൃത്തി ഇല്ലാതായപ്പോ ഇന്ത്യ മുഴുവനും ഈ മറ്റേ ആര് വിളിച്ചാലും കേൾക്കുന്ന ഇതാ. വേറെ രാജ്യത്ത് ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന പരാതി. സ്ത്രീത്വത്തെ തൊപ്പിയുടെ കൂട്ടാളി മമ്മുപിടിയിൽ ഇനി എന്തോ വേണം, ഒരു സൈബർ കുറ്റവാളിയെ കിട്ടിയിട്ടുണ്ട്. ഇവൻ ആരുടെയോ എനിക്ക് തോന്നുന്നു ഇതുപോലെ അനൗൺസ് ചെയ്ത ആ പാർട്ടികളിൽ ആരോ അടച്ചു. ഈ കൊച്ചു പിള്ളേരൊക്കെ എന്തെങ്കിലും പൊട്ടത്തിലൊക്കെ പറയുന്നതിന് ഇതൊക്കെ ഭയങ്കര വാർത്തയാവും. അവൻ എന്തോ വലിയ ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. ഇനി ഇവനൊക്കെ എന്ത് ചെയ്യുമെന്തോ. മമ്മു, തൊപ്പി, ആറാട്ടണ്ണൻ, ഇവരൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവരെങ്ങനെ, എന്താ ഇവരുടെ പ്രശ്നമൊന്നും. ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടവരാ? കമൻസ് ഒന്ന് നോക്കട്ടെ. നാളെ നേഴ്സറി കത്തും. എന്താ ഈ മല്ലു ട്രാവലറും ഷബീറും പുറപ്പെട്ടോ? നാറി എല്ലാരെയും തൂക്കണം. പിന്നെ എന്താ വെച്ചാൽ ഇവരൊക്കെ ഭയങ്കര പ്രശ്നക്കാര്. ഒന്നാമതേ നമ്മുടെ നാട്ടുകാരൊരു വിചാരം ഇവരെങ്ങനെയോ ഫേമസ് ആയി കുറച്ച് കാശ് കിട്ടി അവർക്ക് അസൂയൊക്കെ ഉണ്ടാവും. ഇവന്മാരെന്തോ ഭയങ്കര വലിയ സംഭവമാണ്, കൂട്ടുകാരൻ അപ്പി പിടിയിലായിരുന്നു. LKG പിള്ളേർ ഇങ്ങനെ പറഞ്ഞ ട്രോളുണ്ട്. സത്യത്തിൽ ഇവരൊന്നും വലിയ ക്രിമിനൽസ് ഒന്നും അല്ല. കൂടുതൽ അറിയില്ലായ്മ വെളിവീട് കൊണ്ടോ സംഭവിക്കുന്ന, അല്ലാതെ ഒരു ക്രൈം ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിച്ച് കുറെ പേരെ പറ്റിച്ചും തട്ടിച്ചും ഒക്കെ നടക്കുന്ന ഈ സൈബർ കുറ്റവാളികൾ തീർത്ത കേടിയെന്നൊന്നും ഇവിടെ ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വാർത്ത കേട്ടിട്ട് ഷൈൻ ചെയ്യും, അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല എന്നുള്ളത് ഇതിനകത്തൊന്നും മനസ്സിലാവുന്നുള്ളൂ എനിക്ക്. അല്ല നിങ്ങൾക്ക് പിന്നെ സൈബർ ക്രൈം എന്തോരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ്, കേരള പോലീസിന്റെയോ അല്ലെങ്കിൽ സൈബർ പോലീസിന്റെ ഒക്കെ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല 14,000 പേരെ മാനിഷിംഗ് ആയിട്ട് പോലും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ മമ്മൂനെ തപ്പിയെടുത്ത് കേട്ടോ, ഭയങ്കരമായിപ്പോയി. ഞാൻ കാണിച്ചാൽ ഇതൊക്കെ എന്തോ പറയാനാണ് ഇതിനകത്തൊക്കെ. എത്ര പേരെയാ കാണാതായിരിക്കുന്നത്. അവരെ ഒന്നും കാണണ്ടേ? അവരൊന്നും വേണ്ടടേ? അവരെയൊക്കെ കൂടെ കണ്ടുപിടിക്കടേ? അല്ലാതെ ഈ പാവപ്പെട്ട പൊട്ടന്മാരെയൊക്കെ പൊക്കിയിട്ട് വലിയ സംഭവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്ത്രീത്വത്തെ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. അപ്പോഴാ വീണ്ടും വീണ്ടും കാണിക്കാം. അതൊക്കെ എടുത്ത് ഒന്നല്ല 10 പ്രാവശ്യം ഞാൻ കാണിക്കും. മിസ്സിംഗ് കേസസ്. ഇത് കേരള പോലീസിന്റെ വെബ്സൈറ്റിലേക്ക് കയറുക, മിസ്സിംഗ് കേസസ് നോക്കുക. കഴിഞ്ഞ വർഷം 2025 11,139 കേസാണ് വന്നിട്ടുള്ളത്. പോയവരെ കണ്ടെത്തുന്നുണ്ടോ ഇല്ലയോ? പോകുന്നുണ്ട്, അതാരും മറക്കരുത്. ഇപ്പൊ തന്നെ ഈ മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ളതാണെന്ന് തോന്നുന്നു 4,352 പേര്. ഇവിടെ തൂഫാനും കളിച്ച് നടക്കുക. 4,352 പേരെ കാണാതായ സ്ഥലത്ത് അവരെ മനുഷ്യൻ പോയിട്ട് തപ്പാതെ അവരെ എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല? അവർ കുറ്റം ചെയ്യാതെ കാണാതായതുകൊണ്ടാണോ? അങ്ങനെ പ്രശ്നമുണ്ടോ? പോലീസിന് അറിയാൻ വേണ്ടി വയ്ക്കുക. അവരെയൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇട്ടുണ്ട്. ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ പരസ്യം കൊടുക്കണം. ഇയാളെ കാണാതായിട്ടുണ്ട്, പോലീസിന് കണ്ടെത്താൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ പരസ്യം കൊടുക്കണം. അപ്പൊ എല്ലാവരും അറിയും. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. എല്ലാ പോലീസ്, കേരള പോലീസിന്റെ ഒരു പേജ് ഉണ്ട്, FB പേജ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഈ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ പോലീസുകാർ കാണിക്കുന്ന മാസ് ഒന്നും ആർക്കും എനിക്കങ്ങനെ ഞാൻ കാണാറൊന്നുമില്ല. ഇവരൊക്കെ ഇത് അറിയാതെ കയറി വരാറുണ്ട്. നല്ല ഊളത്തരമാണ്, നല്ല ഒന്നാമത് അല്പത്തിനോ എന്തോ പൊട്ടന്മാരൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന പോലെ തോന്നും ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. എല്ലാം ഒന്നും അങ്ങനെയല്ല, ചിലതൊക്കെ ഇൻഫോർമേറ്റീവ് ആണ്. പക്ഷെ ബാക്കി ചിലതൊക്കെ ചുമ്മാ പൊട്ടമാസ്, അങ്ങനെ കുറെ കൺട്രി വീഡിയോസ് എന്നൊക്കെ പറയാം. അതൊരു സാധനം കാണുന്നുണ്ട്. ഇതിനെയൊക്കെ എടുത്ത് വെച്ച് പറയാനെന്നുള്ള അതിന് പോലും കൊള്ളാത്ത പോലത്തെ പരിപാടിയൊക്കെ പോലീസ് അവതരിപ്പിക്കുന്നത്. അത് ഭയങ്കര തീട്ടവാ. ആ സമയത്ത് ഇങ്ങനെ കാണാതായവരെ പറ്റി എവിടെ നിന്നാണ് കാണാതായത്, ഇതൊക്കെ അവരുടെ പേജ് വേണ്ടി വരാൻ പോലീസിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ തന്നെ 4,000 ആയി. കഴിഞ്ഞ മാസം 11, അതിന് മുമ്പത്തെ മാസം 12. അതെ, മാസത്തിലായി നടക്കുന്നത്. മാസത്തില്ല, വർഷം ഒരു വർഷം 12,000 പേര്. അപ്പൊ ഒരു മാസം 1,000 പേരോ? കേരളം ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന് കാണാതാവുന്ന ഒരു എണ്ണമാണ് സാറേ. തൂഫാൻ, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിട്ട് തൂഫാൻ എന്ന് പറഞ്ഞ കുറെ കേസിന്റെ എണ്ണം കൂട്ടുന്നതല്ല. ഇത് കേസ് പോയാൽ ലാഭമില്ലല്ലേ? ഈ കാണാതാവുന്നവരെ തട്ടിക്കൊണ്ടു പോകുന്നതാണോ, സ്വയം പോയതാണോ, അതോ ഇനി ആരെങ്കിലും കളഞ്ഞാണോ, അവരെ നിർത്തുകൊണ്ട് വന്നാലും നമുക്ക് വലിയ ലാഭമില്ല. ഇതൊക്കെയാണ് കാശ് പറയും. ഇതിന് വേറെ ഗുണങ്ങളും ഉണ്ട്. ഈ മദ്യം എന്ന് പറഞ്ഞ സാധനത്തിന് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഇവിടെ കച്ചവടമൊക്കെ ചെയ്ത് മദ്യത്തിനെ അങ്ങ് സേഫ് ആക്കാൻ പറ്റും. ഇനി ഈ കഞ്ചാവ് ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാൻ കാരണം മദ്യം കുറച്ചെങ്കിലും സേഫ് ആയിട്ടിരിക്കുന്നത്, മദ്യത്തിനെ ആരും ഇപ്പൊ കയറി തട്ടാത്തത്, കഞ്ചാവൊക്കെ MDMA ഒക്കെ അടിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മാത്രമാണ്. ഇതങ്ങോട്ട് മൊത്തത്തിൽ നിർത്തി കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത്.
അപ്പൊ നമ്മുടെ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം വരും. അപ്പൊ അതേ മദ്യദുരന്തം ഇനി ഉണ്ടാകത്തില്ല. അതൊരു മാൻമെയ്ഡ് ദുരന്തമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ത് വേണേ ആയിക്കോട്ടെ. ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് കഞ്ചാവും MDMA ഒക്കെ ഇനിയും കറങ്ങി വരും. കാരണം ഇവർക്ക് ഈ സാധനത്തിന്റെ ഈ സിവിയറിറ്റി ഉണ്ടല്ലോ, ഈ കള്ളുകൊണ്ടുണ്ടാക്കുന്ന ദുരന്തം, കള്ളടിച്ചിട്ടുണ്ടായ നാശനഷ്ടങ്ങള്, മാനഹാനി, കുടുംബങ്ങൾ കുളം തോണ്ടിയത്, പൈസ നഷ്ടപ്പെട്ടത്, ആരോഗ്യം നഷ്ടപ്പെട്ടത്, മാനസിക നില തെറ്റിയത്, കൊലപാതകം, അപകടം, എന്തൊക്കെ പീഡനം അടക്കം, മോഷണം അടക്കം, മദ്യം കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ, അതിനെല്ലാം അങ്ങ് മറച്ച്. കാരണം നമ്മളിവിടെ മദ്യക്കച്ചവടത്തിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ ധാരണ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് പറയാനല്ലേ, നമുക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിലേക്ക് പോകാം.